കോമൺവെൽത്ത് അഴിമതി കേസിൽ 4 ദില്ലി മുനിസിപ്പാലിറ്റി ജീവനക്കാരടക്കം 6 പേർക്ക് തടവ് ശിക്ഷ. ഗെയിംസ് വേദിയിലേക്കുള്ള തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതിലെ അഴിമതി കേസിലാണ് ശിക്ഷ. അഴിമതിയിലൂടെ 3.62 കോടി രൂപയുടെ നഷ്ടം ദില്ലി സർക്കാരിനുണ്ടായെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ദില്ലി മുനിസിപ്പാലിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ DK സുഗൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ OP മഹല, അക്കൗണ്ടന്റ് V രാജു, ടെൻഡർ ക്ലർക്ക് ഗുരുചരൺ സിംഗ് എന്നീ സർക്കാർ ജീവനക്കാരെയാണ് കോമൺവെൽത്ത് ഗെയിംസിലെ തെരുവിളക്ക് അഴിമതി കേസിൽ ശിക്ഷിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ അനധികൃതമായി ടെൻഡർ നേടിയ സ്വകാര്യ കമ്പനി ഡയറക്ടർ JP സിംഗിനെയും കുറ്റക്കാരനായി കണ്ടെത്തി. ഈ 5 പേർക്കും CBI കോടതി 4 വർഷം തടവ് ശിക്ഷ വിധിച്ചു. തട്ടിപ്പിലെ പ്രധാന പ്രതിയും കരാർ നേടിയ സ്വകാര്യ കമ്പനി MDയുമായ TP സിംഗിനെ 6 വർഷത്തേക്കും കോടതി ശിക്ഷിച്ചു. രാജ്യത്തെ ഞെട്ടിച്ച കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി കേസിൽ ഇതാദ്യമായാണ് വിചാരണ കോടതി വിധിയുണ്ടാകുന്നത്. രാജ്യ തലസ്ഥാനത്തെ ഗെയിംസ് വേദിയിലേക്കുള്ള 101.56 കിലോമീറ്റർ ദൂരം തെരുവിളക്കുകൾ സ്ഥാപിച്ചതിൽ അഴിമതി നടന്നതായി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2010 ജൂൺ 16 CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ സ്വകാര്യ കമ്പനിയായ സവേസ്ക പവർടെക് ലിമിറ്റഡിന് ചട്ടങ്ങൾ ലംഘിച്ച് ഉദ്യോഗസ്ഥർ കരാർ നൽകി. ഇതുവഴി 3.62 കോടി രൂപ ധനനഷ്ടം സംസ്ഥാന ഖജനാവിനുണ്ടായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൺസ്യൂമർ ഫെഡ് MD സ്ഥാനത്ത് നിന്നും ടോമിൻ J തച്ചങ്കരിയെ മാറ്റി. കൺസ്യൂമർ ഫെഡ് അഴിമതിക്കെതിരെ തച്ചങ്കരി ശക്തമായ നിലപാടെടുത്തിരുന്നു. മന്ത്രി CN ബാലകൃഷ്ണന്റെ സമ്മർദ്ദത്തിനെ തുടർന്നാണ് നടപടി. S രത്നകുമാറാണ് പുതിയ MD. കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയുമായുള്ള ശീതസമരത്തിന്റെ പരിസമാപ്തിയിലാണ് ടോമിൻ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡ് MD സ്ഥാനത്ത് നിന്ന് നീക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തച്ചങ്കരിയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ചെയർമാൻ ജോയ് തോമസ് തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കൺസ്യൂമർ ഫെഡിലെ കോൺഗ്രസ് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ ടോമിൻ തച്ചങ്കരി നേരത്തെ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ പോലും വിപണിയിലെത്തിക്കാൻ ചേരിപ്പോരും കെടുകാര്യസ്ഥതയും നിമിത്തം കൺസ്യൂമർ ഫെഡിനായില്ല. MDയും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയും നേർക്കുനേരെ വന്നതോടെയാണ് തച്ചങ്കരിയെ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റിയത്. തച്ചങ്കരിയെ മാറ്റണമെന്ന് മന്ത്രി CN ബാലകൃഷ്ണനും സമ്മർദ്ദം ചെലുത്തിയിരുന്നു. റബ്ബർ മാർക്കിന്റെ MD S രത്നകുമാറിനെയാണ് കൺസ്യൂമർ ഫെഡ് MDയുടെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. തച്ചങ്കരിയെ മാർക്കറ്റ് ഫെഡിന്റെ ചുമതലയ്ക്ക് പുറമെ KBPSന്റെ അധിക ചുമതലയും സർക്കാർ നൽകിയിട്ടുണ്ട്. നിലവിൽ ലേബർ കമ്മീഷണറായ VK ബാലകൃഷ്ണനെ സിവിൽ സപ്ലൈസിന്റെ ഡയറക്ടറാക്കാനും എംപ്ലോയ്മെന്റ് ട്രെയിനിങ്ങിന്റെ ഡയറക്ടർ K ബിജുവിനെ ലേബർ കമ്മീഷണറുടെ അധിക ചുമതല നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗം തന്റെ ബന്ധുവാണെന്ന് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയുടെ വെളിപ്പെടുത്തൽ. കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇസ്മായിൽ മന്ത്രിബന്ധം വെളിപ്പെടുത്തിയതായി സൂചനയുള്ളത്. ഇന്നലെയാണ് ഇസ്മായിലിനെ കസ്റ്റംസ് കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തത്. കസ്റ്റംസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഇസ്മായിൽ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയതായാണ് സൂചന. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗം തന്റെ ബന്ധുവാണെന്ന് വെളിപ്പെടുത്തിയ ഇസ്മായിൽ സ്വർണ്ണക്കടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചും കസ്റ്റംസിനോട് പറഞ്ഞതായാണ് സൂചന. DYSP, CI ഉൾപ്പെടെ 12ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസിൽ നേരിട്ട് ബന്ധമുള്ളതായി ഇസ്മായിൽ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. സ്വർണം കൈമാറുന്നതിനും ഒളിവിൽ കഴിയുമ്പോൾ പണമെത്തിക്കുന്നതിനും പോലീസുകാരുടെ സഹായം ലഭിച്ചുവെന്നും ഇയാൾ കസ്റ്റംസിനോട് സമ്മതിച്ചു. സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ നൌഷാദിന്റെയും കേസിൽ അറസ്റ്റിലായ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ജാബിൻ K ബഷീറിന്റെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഇസ്മായിലാണെന്ന് കസ്റ്റംസ് പറഞ്ഞു. കടത്തെ കൊണ്ടുവരുന്ന സ്വർണം വിൽപ്പന നടത്താനും ഹവാല ഇടപാടുകൾക്കും നേതൃത്വം നൽകിയത് ഇസ്മായിലാണെന്നും കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇസ്മായിലിനെ രഹസ്യമായാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒളിവിൽ കഴിയുന്ന മറ്റൊരു പ്രധാന പ്രതി ഫൈസലിന് വേണ്ടി കസ്റ്റംസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. KM ഉമേഷ്, കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. രാജ്യമെമ്പാടുമായി 15 കോടി തൊഴിലാളികളാണ് സമരത്തിൽ പങ്കെടുത്തത്. ഗതാഗത, തുറമുഖ, ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകൾ സ്തംഭിച്ചു. പശ്ചിമ ബംഗാളിൽ പണിമുടക്കിൽ പങ്കെടുത്ത സമരക്കാർക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്കിൽ കേരളവും നിശ്ചലമായി. സംസ്ഥാനത്തുടനീളം ഏതാനും സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ദക്ഷിണ കേരളത്തിൽ തലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിലെ തൊഴിലാളികളടക്കം പണിമുടക്കി. സെക്രട്ടേറിയറ്റിൽ ഹാജർ നില വളരെ കുറവായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികളും പണിമുടക്കിയപ്പോൾ തലസ്ഥാനത്തും ദക്ഷിണ കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമായി. തുടർന്ന് തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി നടത്തിയ മാർച്ച് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലെടുക്കുന്നവന്റെ ക്രയശേഷിയെ ചുരുങ്ങിയ വിലക്ക് വാങ്ങി മുതലാളിമാരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക നയം നടപ്പാക്കിയവരാണ്. അതിനെതിരായിട്ടുള്ള പണിമുടക്കമാണ് ഇവിടെ നടക്കുന്നത്.
അതിനിടെ പത്തനംതിട്ട റാന്നി പടവങ്ങാടി പോസ്റ്റ് ഓഫീസിന് നേരെ സാമൂഹിക വിരുദ്ധർ കല്ലെറിഞ്ഞു. കടമനാട് പഞ്ചായത്തിൽ ഡ്യൂട്ടിക്കെത്തി ഒപ്പിട്ട് ജീവനക്കാർ തിരിച്ചു പോകുന്നത് നാട്ടുകാർ തടഞ്ഞു. ഇവരെ നാട്ടുകാർ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ചു. മധ്യ കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. എറണാകുളത്ത് ഇൻഫോ പാർക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയവിടങ്ങളിലെ തൊഴിലാളികളും പണിമുടക്കി. മധ്യ കേരളത്തിലെ മറ്റു ജില്ലകളും പണിമുടക്കിൽ സ്തംഭിച്ചു. ഉത്തര കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമായി. കോഴിക്കോട് നടന്ന തൊഴിലാളി യൂണിയനുകളുടെ പ്രകടനം CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ഈ സമരം കണ്ടില്ലെന്ന് നടിച്ച് അധികകാലം ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നത്തെ ഈ സമരത്തിൽ കേരളം നിശ്ചലമാണ്. കേരളത്തിലെ എല്ലാ മേഖലയും സ്തംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി നടന്ന തൊഴിലാളികളുടെ പ്രകടനങ്ങളിലും പൊതുയോഗങ്ങളിലും പ്രമുഖ തൊഴിലാളി സംഘടനാ നേതാക്കൾ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ ഹൈക്കോടതിയിൽ പിന്തുണച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 1 പുതിയ ഭരണസമിതിക്ക് അധികാരമേൽക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം. ഹൈക്കോടതി ആവശ്യപ്രകാരമാണ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. പീപ്പിൾ ഇംപാക്ട് ലൈറ്റ് മെട്രോയിൽ സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ച കത്തിൽ അവ്യക്തതകളുണ്ടെങ്കിൽ തിരുത്തുമെന്ന് മുഖ്യമന്ത്രി. ഇ ശ്രീധരനുമായി നാളെ ചർച്ച നടത്തും. DMRCയെ നിർമ്മാണ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുന്ന കത്ത് പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഭൂമി തീരെഴുതാൻ നീക്കം. സ്മാർട്ട് സിറ്റിയിൽ സംരംഭകർക്ക് പുറമെ സഹസംരംഭകർക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കഴക്കൂട്ടം ബൈപ്പാസിലെ ശിലാഫലകത്തിൽ BJP പ്രസിഡന്റിന്റെ പേരെഴുതി ചേർത്തത് ദേശീയപാത അതോറിറ്റിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അറബിക് സർവകലാശാല വിഷയത്തിലും ലീഗ് ഇടയുന്നു. ചീഫ് സെക്രട്ടറിക്കും ധനവകുപ്പിനും ലീഗ് മുഖപത്രത്തിന്റെ രൂക്ഷ വിമർശനം. വിഷയത്തിൽ വർഗീയത കലർത്താൻ ശ്രമം നടത്തുന്നുവെന്ന് ചന്ദ്രിക മുഖപ്രസംഗത്തിൽ വിമർശനം. അറബിക് സർവകലാശാലയെന്ന നിർദ്ദേശം ബജറ്റിൽ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും ധനവകുപ്പ് പരിഗണിച്ചില്ലെന്നും മുഖപത്രത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. കണ്ണൂരിൽ വീണ്ടും RSS ബോംബാക്രമണം. വെണ്ടിട്ടായിൽ വായനശാലയാണ് ഇത്തവണ തകർത്തത്. കൊട്ടേഷൻ സംഘാംഗം പ്രണോബ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. തില്ലങ്കേരിയിൽ ലീഗ് നേതാവ് PK കുട്ടിയാലിയുടെ നേരെയും ബോംബാക്രമണമുണ്ടായി. ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകരെന്നാണ് ആരോപണം. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയന് കളിയിലും ജീവിതത്തിലും കരുത്തായിരുന്നു അമ്മ കൊച്ചമ്മു. കോലോത്തുംപാടത്തെ കൊച്ചമ്മു പുല്ലുചെത്താൻ പോയും പശുവിനെ വളർത്തിയുമാണ് IM വിജയനെ വളർത്തിയത്. കൊച്ചമ്മുവിന്റെ മരണത്തോടെ വിജയന് നഷ്ടമായത് തന്റെ അതിജീവന വഴിയിലെ എന്നേക്കുമുള്ള വെളിച്ചമാണ്. അയനിവിളപ്പിൽ മണി വിജയൻ എന്ന IM വിജയൻ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അമ്മയുടെ പിൻബലം കൊണ്ട് മാത്രമാണ്. വിജയന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെല്ലാം ഈ അമ്മയുടെ കണ്ണുനീരായിരുന്നു. കപ്പലണ്ടി വിറ്റും സോഡ വിറ്റും ഫുട്ബോൾ മൈതാനങ്ങളിൽ നടന്ന പയ്യനെ കേരളത്തിന്റെ കറുത്തമുത്താക്കിയതിൽ വലിയ പങ്കാണ് അമ്മ കൊച്ചമ്മുവിനുള്ളത്. ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും പടുകുഴി താണ്ടുമ്പോഴും പുല്ലരിഞ്ഞും കൂലിപ്പണിയെടുത്തും വിജയന് വേണ്ടി ജീവിച്ചു ഈ അമ്മ. വിജയൻ എൻ്റെ ക്യാമ്പിൽ ചേർന്നതിന് ശേഷം 1 കൊല്ലത്തിന് ശേഷം വിജയൻ്റെ ഫാദർ മരിച്ചു. ഫാദർ മരിച്ചതിന് ശേഷം ഫുള്ളായിട്ട് വിജയൻ്റെ പൂർണ്ണ എല്ലാ കാര്യങ്ങളും അമ്മയായിട്ട് ചെയ്തു. അമ്മയ്ക്കെന്ന് വെച്ചാൽ വിജയൻ എന്ന് പറഞ്ഞ ജീവനാണ്. അതേപോലെ തന്നെ വിജയനും അമ്മേനെ സ്നേഹിച്ചിരുന്നു. വിജയൻ എന്ന കറുത്തമുത്ത് കളിക്കളത്തിൽ ഓരോ ഗോൾ വല കുലുക്കുമ്പോഴും ഈ അമ്മയുടെ മനസ്സാണ് നിറഞ്ഞിരുന്നത്. ഫുട്ബോൾ ഇതിഹാസത വിട്ട് അമ്മ യാത്രയാകുമ്പോൾ ഒരു കാര്യം തീർച്ച, IM വിജയന്റെ ജീവിതത്തിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നത് ഗോഡ് മദർ മാത്രം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് എയർ ആംബുലൻസ് വഴിയുള്ള ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടൻ ആശുപത്രി വിട്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ മാത്യുവിന് യാത്രാമംഗളങ്ങൾ നേരാനായി എത്തിയിരുന്നു. പതുക്കെയുള്ള കാലടികളോടെ മാത്യു അച്ചാടൻ ജീവിതത്തിന്റെ 2ാം പതിപ്പിലേക്ക് നടന്നെത്തുമ്പോൾ യാത്രാമംഗളം പറഞ്ഞ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ കയ്യടികളോടെ നിന്നു. ജീവിതം അവിശ്വസനീയമാം വിധം തിരികെ തന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തോട് ചേർന്ന് നിന്ന് ചുരുങ്ങിയ വാക്കിൽ ഹൃദയം തനിക്കായി പകുത്തു നൽകിയ നീലകണ്ഠ ശർമ്മയോടും കുടുംബത്തോടും നന്ദി പറഞ്ഞു. അവയവ കൈമാറ്റത്തിന്റെ സാധ്യതകൾ തുറന്ന എയർ ആംബുലൻസിനായി പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രി അറിയിച്ചു. മാത്യു അച്ചാടന് യാത്രാമംഗളങ്ങളുമായി ബന്ധുക്കളും നാട്ടുകാരും എത്തിയിരുന്നു. നന്ദി പറയുമ്പോൾ പലരും വിതുമ്പി. 1 മാസത്തോളം നീണ്ട ആശുപത്രി വാസത്തിനു ശേഷം മാത്യു പടിയിറങ്ങുമ്പോൾ കണിയും കാവലുമായി നിന്നവർക്കെല്ലാം കടലോളം ആഴത്തിൽ ഹൃദയം ചേർത്ത്
ഒരു നിറകൺ ചിരി സമ്മാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മിസസ് ഇന്ത്യ വേൾഡ് 2015 മത്സരത്തിൽ കിരീടം മലയാളിയായ ഐറിസ് മജുവിന്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഐറിസ് മജുവിനെ ഏഷ്യ ഇന്റർനാഷണൽ പേജൻസ് ദേശീയ ഡയറക്ടർ ദീപാലി ഫട്നീസ് കിരീടമണിയിച്ചു. ഈ വർഷം അവസാനം ചൈനയിൽ വെച്ച് നടക്കുന്ന മിസസ് വേൾഡ് മത്സരത്തിൽ ഐറിസ് മജുവായിരിക്കും ഇന്ത്യക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടാവുക. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഏഷ്യ ഇന്റർനാഷണൽ പേജന്റ് ദേശീയ ഡയറക്ടർ ദീപാലി ഫട്നീസ് ആണ് ഐറിസ് മജുവിനെ കിരീടമണിയിച്ചത്. മെയ് 17 പൂനെയിൽ 7 റൗണ്ടുകളിലായി നടന്ന മിസിസ് ഇന്ത്യ നാഷണൽ ഗ്രാൻഡ് ഫിനാലെയിൽ മിസിസ് പ്ലാനറ്റ് റണ്ണറപ്പ് സ്ഥാനം നേടിയ ഐറിസ് മജുവിന് കമ്മ്യൂണിറ്റി അംബാസഡർ പദവിയും ലഭിച്ചിരുന്നു. മിസിസ് വേൾഡ് 2015 ഐറിസ് മജുവിനെ തന്നെയാണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നതും. ഐറിസ് മജുവിന്റെ ഉയരം, സൗന്ദര്യം, വ്യക്തിത്വം എന്നിവ കണക്കിലെടുത്താണ് ഐറിസ് മജുവിനെ മിസിസ് വേൾഡ് മത്സരത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. മിസിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടുന്ന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് ഐറിസ് മജു. 900 വിവാഹിത വനിതകളിൽ നിന്നാണ് ഐറിസ് മജുവിന് ഈ അവസരം ലഭിച്ചിരിക്കുന്നതും. ഈ വർഷം അവസാനം ചൈനയിലാണ് മത്സരം നടക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി.